ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഏരിയ ഏതായിരുന്നു? സിൻടാക്സ് ആയിരുന്നു. എന്താണ് സിൻടാക്സ്? അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സിൻടാക്സ്? സിൻടാക്സ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ക്രിയേറ്റ് വെൽ ഫോംഡ് സെൻറ്റൻസസ് ഇൻ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൽ വേർഡ്സ് ഫ്രേസസ് ഒക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെൽ ഫോംഡ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. അതിന് മുന്നേ ആയിട്ട് എന്താണ് വെർബ് എന്ന് നോക്കാം. വെർബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും എന്താണ് വെർബ് എന്നത്. ഒരു സെൻറ്റൻസിൽ അടങ്ങിയിട്ടുള്ള ആക്ഷൻ വേർഡിനെ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർബ്, അല്ലെങ്കിൽ പ്രവൃത്തി, ക്രിയ എന്നൊക്കെ പറയുന്നത്. വെർബ്സ് ആർ വേർഡ്സ് വിച്ച് ഡിനോട്ട് ആക്ഷൻ ഇൻ എ ലാംഗ്വേജ്. അപ്പോൾ ഒരു ലാംഗ്വേജിൽ ഒരു സെൻറ്റൻസിൽ അടങ്ങിയിട്ടുള്ള ആക്ഷൻസിനെ സൂചിപ്പിക്കുന്ന, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്നിട്ടുള്ളത് തന്നെയാണ്. ഒരു സെൻറ്റൻസിൽ അടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് തന്നെ ഏതൊക്കെയാണ്? സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അങ്ങനെ. അപ്പോൾ വെർബിൻ്റെ രണ്ട് ഫോമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെർബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് ഏതൊക്കെയാണ്? ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ആർ ടു ടൈപ്സ് ഓഫ് വെർബ്സ്. അപ്പോൾ വെർബിൻ്റെ രണ്ട് ടൈപ്പാണ്. ഏതൊക്കെയാണ്? ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. ഇനി എന്താണ് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും എന്ന് നമുക്ക് നോക്കാം. എ ട്രാൻസിറ്റീവ് വെർബ് നീഡ്സ് ടു ടേക്ക് ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്, വൈൽ ആൻ ഇൻട്രാൻസിറ്റീവ് വെർബ് ഡസ് നോട്ട് നീഡ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ്? ഒബ്ജക്റ്റ് ഉള്ള വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും വെർബും എന്തായാലും ഉണ്ടായിരിക്കും, അല്ലേ? പക്ഷേ എല്ലാ സെൻറ്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടായിക്കോണം എന്നില്ല. സബ്ജക്റ്റും വെർബും വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. ഷീ വാക്സ്, ഹീ വാക്സ് എന്ന സെൻറ്റൻസിലൊക്കെ സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് അതിലില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഉള്ള വെർബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് വെർബ്. എന്നാൽ ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി എ പേഴ്സൺ ഓർ തിങ്. ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ തിങ്സ് ആവാം. ഇതൊക്കെയായിരിക്കും ഒബ്ജക്റ്റ് എന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു വെർബിൻ്റെ കൂടെ ഒബ്ജക്റ്റ് കൂടി ചേർന്നാൽ മാത്രമേ ആ സെൻറ്റൻസ് പൂർണ്ണമാവുകയുള്ളൂ, ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അത്തരത്തിലുള്ള വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒന്നുകൂടി കൂടുതലായിട്ട് എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്നത് മനസ്സിലാക്കാൻ കഴിയും. ഒരു സെൻറ്റൻസ് ഞാനിവിടെ പറയുകയാണ്. മേരി എയ്റ്റ് എ ബിസ്ക്കറ്റ്. മേരി എയ്റ്റ് എ ബിസ്ക്കറ്റ്. എയ്റ്റ് മീൻസ് ഈറ്റിൻ്റെ പാസ്റ്റ്. എന്താ ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? മേരി ബിസ്ക്കറ്റ് കഴിച്ചു. ഇൻ ദിസ് സെൻറ്റൻസ് എയ്റ്റ് ഈസ് ദി വെർബ്. ഈ സെൻറ്റൻസിൽ വെർബ് ഏതാണ്? എയ്റ്റ് ആണ്. മേരി എന്നത് സബ്ജക്റ്റ്, എയ്റ്റ് വെർബ്. എ ബിസ്ക്കറ്റ് ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റാണ്. ഈ സെൻറ്റൻസിൽ അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ട്. ഇഫ് ദി വെർബ് ആൻസർ ദി ക്വസ്റ്റ്യൻ വാട്ട് ഓർ ഹൂം, then we can say that the verb is a transitive verb. അപ്പോൾ എന്താണ് ഈ ഒരു സെൻറ്റൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായത്?
വെർബിന് ശേഷം ഒരു സെൻറ്റൻസിൽ വെർബിന് ശേഷം ആരെ അല്ലെങ്കിൽ എന്താണ് എന്തിനെ, ടു ഹൂം ഓർ വാട്ട് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അതെന്താണ്, അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. ഓക്കെ, വെർബിന് ശേഷം ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് എന്താണ് ആ സെൻറ്റൻസിലൂടെ ലഭിക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിലെ വെർബ് എന്താണ്, ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഒന്നുകൂടി നോക്കാം. മേരി ഏറ്റ് എ ബിസ്ക്കറ്റ്. ഈ സെൻറ്റൻസിൽ നമുക്ക് എന്താണ് വാട്ട് ഓർ ഹൂം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. വാട്ട് ഡിഡ് മേരി ഈറ്റ്, എന്താണ് മേരി കഴിച്ചത്? അപ്പോൾ അതിന് ആൻസറായിട്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും, മേരി എയ്റ്റ് എ ബിസ്ക്കറ്റ്. മേരി എന്താ കഴിച്ചത്, ബിസ്ക്കറ്റ് കഴിച്ചു. അപ്പോൾ ഈ സെൻറ്റൻസിൽ എന്താണ് വാട്ട് ഓർ ഹൂം, എന്ത് കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആൻസറായിട്ട് വരുന്നുണ്ട് എന്ത്, ഈ വെർബ്. അപ്പോൾ ഈ സെൻറ്റൻസിലെ എയ്റ്റ് എന്നത് എന്താണ്, ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ഇനി ട്രാൻസിറ്റീവ് വെർബിന് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഷീ സോ എ മൂവി യെസ്റ്റർഡേ. ഒരു സെൻറ്റൻസ് ആണ്, ഷീ സോ എ മൂവി യെസ്റ്റർഡേ. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്, അവൾ ഇന്നലെ ഒരു ഫിലിം കണ്ടു. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്താണ്, ഷീ എന്നതാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. സോ കണ്ടു എന്നത് എന്താണ്, വെർബ്. എ മൂവി എന്താ, ഒബ്ജക്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് എന്താണ് ആര് അല്ലെങ്കിൽ എന്താണ് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അങ്ങനെയാവുമ്പോൾ മാത്രമേ ഈ സെൻറ്റൻസിൽ വരുന്ന വെർബ് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഷീ സോ എ മൂവി, അവൾ ഇന്നലെ ഒരു ഫിലിം കണ്ടു. അപ്പോൾ നമുക്ക് അത് ചോദ്യമായിട്ട് ചോദിക്കാം, അവൾ ഇന്നലെ എന്താണ് കണ്ടത്, ഫിലിം. അപ്പോൾ ഈ സെൻറ്റൻസിൽ എന്താ, സോ എന്ന വെർബ് എന്താ, ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ഇനി ട്രാൻസിറ്റീവ് വെർബിന് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കിയാൽ എന്താണ്, ഹൂം ഓർ വാട്ട്, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുമോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ ഉത്തരം കിട്ടും എന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ വെർബ് ട്രാൻസിറ്റീവ് വെർബാണ്. ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു. ആരെയാണ് കണ്ടത് അല്ലേ, അങ്ങനെ ചോദിക്കാം. അപ്പോഴെന്താണ്, സോ എന്ന വെർബ് എന്താ, ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ദെൻ മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ജോൺ റോട്ട് എ ലെറ്റർ. ജോണ് ഒരു കത്തെഴുതി എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഈ സെൻറ്റൻസിൽ നമുക്ക് എന്താണ് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദ്യത്തിന് ആൻസറായിട്ട് കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാം. ഹൂം റോട്ട്, ആരാണ് ലെറ്റർ എഴുതിയത്, ജോൺ. വാട്ട് റോട്ട്, എന്താണ് ജോൺ എഴുതിയത്, ലെറ്റർ. അപ്പോഴെന്താണ്, റോട്ട് എന്ന വെർബ് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോഴെന്താ ട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാൽ എന്താണ്, ഒബ്ജക്റ്റ് ഉള്ള വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അതിലെ വെർബ് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ആ സെൻറ്റൻസിൽ ആ വെർബിന് ശേഷം ആരെ അല്ലെങ്കിൽ എന്തിനെ, ടു ഹൂം ഓർ വാട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ആ സെൻറ്റൻസിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വെർബ് എന്താണ്, ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ദെൻ ദർ ആർ 2 types ഓഫ് ട്രാൻസിറ്റീവ് വെർബ്സ്. ട്രാൻസിറ്റീവ് വെർബ് 2 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്, മോണോ ട്രാൻസിറ്റീവ് വെർബും ഡൈ ട്രാൻസിറ്റീവ് വെർബും. ഓക്കെ, അപ്പോഴെന്താ ട്രാൻസിറ്റീവ് വെർബിനെ 2 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മോണോ ട്രാൻസിറ്റീവ് വെർബും ഡൈ ട്രാൻസിറ്റീവ് വെർബും. മോണോ ട്രാൻസിറ്റീവ് വെർബ് ആക്സെപ്റ്റ് 1 ഒബ്ജക്റ്റ് ആൻഡ് ഡൈ ട്രാൻസിറ്റീവ് വെർബ് ആക്സെപ്റ്റ് 2 ഒബ്ജക്റ്റ്. അപ്പോഴെന്താ, നമ്മൾ മുന്നേ പറഞ്ഞു ട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാൽ എന്താണ്, ഒബ്ജക്റ്റ് ഉള്ള വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പോഴെന്താ, ഒരു ഒബ്ജക്റ്റ് ഉള്ള വെർബിനെ മോണോ ട്രാൻസിറ്റീവ് വെർബ് എന്നും 2 ഒബ്ജക്റ്റ് ഉള്ള വെർബിനെ ഡൈ ട്രാൻസിറ്റീവ് വെർബ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, മോണോ ട്രാൻസിറ്റീവ് വെർബിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സെൻറ്റൻസ് ആണ്, ഐ സോ ഹിം.
ഞാൻ അവനെ കണ്ടു. ഈ സെൻറ്റൻസിൽ ഐ എന്നതാണ് സബ്ജക്റ്റ്, സോ എന്നതാണ് വെർബ്. ഒബ്ജക്റ്റ് ഏതാണ്? ഹിം എന്നതാണ് ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പോഴെന്താ ഈ വെർബിന് എത്ര ഒബ്ജക്റ്റ് ഉണ്ട്? ഓൺലി വൺ ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഈ വെർബിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? മോണോ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മോണോ ട്രാൻസിറ്റീവ് വെർബ് ആക്സെപ്റ്റ് ഓൺലി വൺ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്ന വെർബിനെയാണ് മോണോ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡൈ ട്രാൻസിറ്റീവ് വെർബിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സെൻറ്റൻസ് ആണ്, ഐ ഗേവ് ഹിം സം മണി. ഐ ഗേവ് ഹിം സം മണി. ഞാൻ അവന് പണം കൊടുത്തു എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ഈ സെൻറ്റൻസിൽ ഐ ആണ് എന്ത്? സബ്ജക്റ്റ്, ഗേവ് കൊടുത്തു എന്നതാണ് വെർബ്. ഈ സെൻറ്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെയാണ് ആ രണ്ട് ഒബ്ജക്റ്റ്? ഫസ്റ്റ് ഒബ്ജക്റ്റാണ് ഹിം. ഹിം എന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റും ദെൻ സം മണി, അതും ഒരു ഒബ്ജക്റ്റാണ്. അതെന്താണ്? സം മണി എന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ എന്താ? ദീസ് വെർബ് ആക്സെപ്റ്റ് ടു ഒബ്ജക്റ്റ്. ഈ സെൻറ്റൻസിൽ ഈ വെർബിന് എത്ര ഒബ്ജക്റ്റ് വരുന്നുണ്ട്? രണ്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോഴെന്താ? രണ്ട് ഒബ്ജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന വെർബിനെയാണ് ഡൈ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈ ട്രാൻസിറ്റീവ് വെർബ് ആക്സെപ്റ്റ് ടു ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോഴെന്താണ്? മോണോ ട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റ ഒബ്ജക്റ്റ് മാത്രമുള്ള വെർബിനെയാണ് മോണോ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഡൈ ട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാലോ രണ്ട് ഒബ്ജക്റ്റ് ഉള്ള വെർബിനെയാണ് ഡൈ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ദി ഇൻട്രാൻസിറ്റീവ് വെർബ്. Intransitive verb does not require a direct object to complete its meaning. Intransitive വെർബിന് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ എന്താ? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള വെർബിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഷീ സ്ലെപ്റ്റ് വെൽ. ഷീ സ്ലെപ്റ്റ് വെൽ. അവൾ നന്നായി ഉറങ്ങി. ഈ സെൻറ്റൻസിൽ എന്താ? ഷീ എന്നത് സബ്ജക്റ്റ്, സ്ലെപ്റ്റ് എന്നത് എന്താ? വെർബ്. വെൽ എന്നത് ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആണോ? അല്ല. കാരണം സ്ലെപ്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? വെൽ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോഴെന്താ? ഈ സെൻറ്റൻസിൽ വെർബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഈ സെൻറ്റൻസിൽ വെർബിന് ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതെന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, സ്ലെപ്റ്റ് എന്നത് ഈ സെൻറ്റൻസിലെ ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദി ലേഡി വാക്സ് ഫാസ്റ്റ്. ദി ലേഡി വാക്സ് ഫാസ്റ്റ്. അവൾ വളരെ സ്പീഡിൽ നടന്നു എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോഴെന്താ? ഈ സെൻറ്റൻസിൽ ദി ലേഡി എന്നതാണ് എന്ത്? സബ്ജക്റ്റ്. വാക്സ് എന്നതാണ് ഈ സെൻറ്റൻസിലെ വെർബ്. ഈ സെൻറ്റൻസിൽ വാക്സ് എന്ന വെർബിന് ഒബ്ജക്റ്റ് ഉണ്ടോ? ഈ സെൻറ്റൻസിൽ ഫാസ്റ്റ് എന്താണ്? കോംപ്ലിമെൻ്റ് ആണ് ഫാസ്റ്റ് എന്ന വേർഡ്. കാരണം വാക്സിനെ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അവൾ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. അപ്പോഴെന്താ? നടത്തത്തിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് എന്ന വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴെന്താ? ഈ സെൻറ്റൻസിൽ ഫാസ്റ്റ് എന്താ? കോംപ്ലിമെൻ്റ് ആണ്. അപ്പോഴോ ഈ സെൻറ്റൻസിൽ വെർബ് വാക്സ് എന്ന വെർബിന് ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഈ സെൻറ്റൻസിൽ വാക്സ് എന്ന വെർബിന് ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? വാക്സ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇൻട്രാൻസിറ്റീവ് വെർബിന് മറ്റൊരു സെൻറ്റൻസ് ആണ്, ഹീ വാക്ക്ഡ് ഹോം. ഹീ വാക്ക്ഡ് ഹോം. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? അവൻ വീട്ടിലോട്ട് നടന്നു. ഈ സെൻറ്റൻസിൽ വെർബിന് ശേഷം ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ആൻസർ നമുക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. വാട്ട് ഡിഡ് ഹി വാക്ക്? വാട്ട് ഡിഡ് ഹി വാക്ക്? അവൻ എന്താണ് നടന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്? ഒരു തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അപ്പോഴെന്താ? ഈ സെൻറ്റൻസിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് നമുക്ക് എന്താണ്? ആൻസർ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിൽ വാക്ക് എന്നത് എന്താണ്? ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് അല്ല, ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ.
ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഉള്ള വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എന്നാൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അതെന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന സെക്ഷനിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.